വളരെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരു പടം കണ്ടിരുന്നു. ഒരു അനിമേറ്റഡ് മൂവിയാണ്. പടത്തിൻ്റെ പേര് സോൾ എന്നാണ്. സോൾ. അത് പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത്, ഹൗ ഐ മിസ് ദാറ്റ് മൂവി. ഐ ഫെൽ ലൈക്ക് ഹൗ ഐ മിസ് ദാറ്റ് ആണ്. പടത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പടത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ രീതിയിലും മറ്റേ എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക, എന്താവണം, നമ്മൾ എന്താണ് ആവേണ്ടതെന്നുള്ളൊരു എന്താ പറയുക, നമുക്കൊരു പാഷൻ ഉണ്ടാവും. എന്താ പറയുക, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഭാവിയിൽ നമ്മൾ എന്തായിരിക്കണം, എന്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്, എന്താണ് നമുക്കിഷ്ടം. അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കും, അധ്വാനിക്കും. അതിന് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പുറകെ ഓടും. പക്ഷേ ഭൂരിഭാഗം ആളുകളും നമുക്ക് എന്താണ് അതിൻ്റെ പുറകെ ഓടുമ്പോഴും നമ്മൾ ഇപ്പം നടക്കുന്ന ഈ നിമിഷം, ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം, മിസ് ചെയ്യാണ്. ആ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ആകെ എന്താ പറയുക, ആ ടൈം കേൾക്കണം മ്യൂസിക് ആയിക്കോട്ടെ, നമ്മുടെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല സമയങ്ങൾ, എന്താ പറയുക, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ നിമിഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മിസ് ചെയ്യാണ്. അതിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല. നമ്മൾ ഏത് നേരം നമ്മുടെ അഭ്യാസത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ട് അതിൻ്റെ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, ആ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളെ മുമ്പിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഷോസ് ദാറ്റ് ഫീലിംഗ്. ഒരു മസ്റ്റായിട്ട് വായിച്ചാണ് ജോ കാരണം. അങ്ങനെയുള്ളൊരു സംഗീത ടീച്ചറിൻ്റെ ചുറ്റിപ്പറ്റി നടത്തുന്നൊരു കഥയാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീമായിരുന്നു, എന്താ പറയുക, ഒരു വലിയൊരു ഇതിൽ പാടുന്ന പിയാനോ വായിക്കണം. പുള്ളി അതിനുവേണ്ടി ഓടുന്നു. സംഭവം ഈ അയാൾ എന്താ പറയുക, ഒരു അപകടം പറ്റുന്നു. അതിൽ പുള്ളിക്കാരൻ വേറൊരു ഇതിലേക്ക് പോകണം. എന്താ പറയുക, പുള്ളിക്കാരൻ എന്താ പറയുക, വേറൊരു ഡയമെൻഷനിലേക്ക് പോവാണ്. ആ ഡയമെൻഷനിൽ വെച്ചിട്ട് വേറൊരാളെ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ അതിനുശേഷം പുള്ളിക്കാരൻ ഭൂമിയിലെ ആ തൻ്റെ ഇതിലേക്ക് തിരിച്ചു വരികയും പിന്നീടാണ് പുള്ളിക്കാരൻ മനസ്സിലാവുന്നത് ഇൻസ്പിറേഷൻ മാത്രമല്ല, പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല നേടേണ്ട, താൻ ഓരോ ടൈമിലും വന്ന നിമിഷങ്ങൾ, പോകുന്ന നിമിഷങ്ങളും നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് ആ പടത്തിൽ കാണിച്ചത്. സോ എവരി വൺ മസ്റ്റ് വാച്ച് ദാറ്റ് ഫിലിം. ഐ ഫെൽ ലൈക്ക് ഹൗ ഓക്കെ. So please do watch the film. Okay?